ഹലോ യൂട്യൂബ്. അപ്പോൾ സ്കെല്ലുണ്ട്, സ്റ്റാലിയനുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾ റൂം എടുത്തു. അതിൻ്റെ കഥ പറഞ്ഞുതരാം. അതിന് തന്നെ ഇപ്പോൾ വന്ന്. അപ്പോൾ നിങ്ങളിപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും ഒക്കെ മാതിരി പറച്ചിലും പറഞ്ഞിട്ട് ഇപ്പോൾ റൂമിലും കയറി സൂചിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ നൈറ്റ് ഞങ്ങൾ എത്താൻ കുറച്ച് വഴുകി. അപ്പോൾ ഏകദേശം ഒരു മണിറ്റേ അത് 12 മണി ആ റേഞ്ചിലാണ് ഞങ്ങൾ എത്തിയത്. അപ്പോൾ ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി. ഇവിടെ റൂമിൽ മറ്റേ ടെൻറ്റ് അടിക്കാൻ പ്ലേസ് ഒന്നും ഇല്ല, അതുകൊണ്ട് നേരെ ബീച്ചിലേക്ക് വിട്ടു. അവിടെ ഇരിക്കുക വിചാരിച്ചു. അപ്പോൾ അവിടെ ഇരുന്നപ്പോഴാണ് കുറച്ച് പോലീസുകാർ വന്നു. ഞങ്ങൾ ജസ്റ്റ് ബീച്ചിൽ കൂടെ നടക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് പോലീസുകാർ വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഐഡന്റിറ്റി കാർഡും അതും ഇതൊക്കെ ചോദിച്ചു. അതൊക്കെ ഞങ്ങളുടെ അടുത്ത് ഉണ്ട്, അതൊക്കെ കാണിച്ചു കൊടുക്കാറുണ്ട്. എന്തോ ഭയത്തിന് ഈ സാധനം ഞാൻ ടാങ്കിലാണ്, ഇത് ടാങ്ക് കാറില്ലേ, ഇതിലാണ് ഞാൻ എന്താ പറയാ നമ്മുടെ ഇതിലാണ് നമ്മുടെ ഗണ്ണിടാറ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു, സാർ നമ്മുടെ അടുത്ത് ഗണ്ണുണ്ട്, കാരണം ഇതിന് പെർമിഷൻ ഉണ്ട്, ആക്ച്വലി ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് കൊണ്ടെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പം അതിൽ പറഞ്ഞു, നിങ്ങൾ മറ്റേ കളന്മാരാണ്, ഇത് ആൾക്കാരെ നിങ്ങൾ എന്താ പറയുക കക്കാൻ പോകണം, ഓപ്പാണ്. ഞാൻ പറഞ്ഞു, സാറേ ഈ റൈഡർ ജാക്കറ്റൊക്കെ ഇട്ട് കക്കാൻ പോയാൽ എന്താ ഭ്രാന്തുണ്ട്, ഇത് ഓടാനും കൂടിയും പറ്റൂല ചെങ്ങായി പറഞ്ഞു. പക്ഷേ ഇത് മനസ്സിലാക്കണില്ല. എന്നിട്ട് അവസാനം അടിപൊളിയായിട്ട് ഫൈനൊക്കെ എഴുതി തന്നു. അയാൾ ആദ്യം 9,000 ആന ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അവസാനം എന്താ പറയുക 8,000 രൂപ ഫൈന് വന്നു. ഇത് ഫൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിപ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അവന്മാർ കുറേ സംസാരിച്ചു, അതായത് 2-3 മണിക്കൂർ സ്റ്റേഷനിൽ കൊണ്ടുപോയി ജയിലിടും. ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്യ്, ഞാൻ വരാം സ്റ്റേഷനിലേക്ക്. ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു സ്റ്റേഷനിലേക്ക് വരാം, സ്റ്റേഷനിലേക്ക് വരാൻ പറഞ്ഞു. എന്താ ഞാൻ പറഞ്ഞു, കാരണം നമുക്ക് അതിൻ്റെ തെളിവും കാര്യങ്ങളും എൻ്റെ ബില്ല് അടക്കമുണ്ട്, ബില്ല് കഴിഞ്ഞ് ഉള്ളിരിക്കുന്നു. ഞാൻ ബില്ല് കാണിച്ചു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഈ സാധനങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ, അതായത് റൈഡേഴ്സ് ഒരുവിധം കൊണ്ടു നടക്കാൻ സാധ്യതയുള്ളൊരു സാധനമാണ്. അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഉണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു ബില്ല് ഉണ്ടാവും. ഒറിജിനൽ ഈ ഒരു സാധനം ശരിക്കും കയ്യിൽ വെച്ചാൽ മതി. ഉണ്ടാവും ഈ ഒരു സാധനം കണ്ടോ, സീൽ കണ്ടോ, ഈ ഒരൊറ്റ സീൽ കണ്ടോ, ഈ സാധനം ശരിക്കും കയ്യിൽ വെച്ചാൽ മതി. ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല, വലിയ പ്രശ്നമൊന്നുമല്ല, പ്രശ്നം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ടും പോലീസുകാർ കൈക്കൂലിയാണ് നോക്കുന്നത്. ഗോവ പോലീസിനെ ഞാൻ അടപടലം പറയുമെന്നല്ല, പക്ഷെ ചില പോലീസുകാർ എല്ലാ എണ്ണത്തിലും ഒരെണ്ണം മതി. ഈ ഒരു നമുക്ക് സത്യം പറഞ്ഞാൽ ഗോവയുടെ ഈ ഒരു ഏരിയ തന്നെ വെറുത്തു പോയിട്ടാണ്, കാരണം പോലീസുകാരോട് ആക്ച്വലി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ടൈമിലാണ് നാട്ടുകാരെ ഞങ്ങളടുത്തൊന്ന് പറഞ്ഞു, ഡോഗ്സ് ഗെയിം, അതായത് നായ്ക്കൾ വന്ന് പോയി ചോദിച്ചു. ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായില്ല, കോപ്സ് പോലീസുകാരോടെ നാട്ടിൽ നായ്ക്കളെന്ന് വിളിച്ചു. അതല്ല, വേറൊരു വിറ്റ് എന്താ വെച്ചാൽ ഞങ്ങൾ ഇവിടെ വരുമ്പോ ഞങ്ങളുടെ വിചാരം എന്താ വെച്ചാൽ ഏറ്റവും ഡേഞ്ചറസ് ഇവിടുത്തെ പീപ്പിൾസ് ആയിരുന്നു എന്നായിരുന്നു. അതായത് ഇവിടുത്തെ ആൾക്കാരാണ് ഏറ്റവും ഡേഞ്ചറസ് എന്നായിരുന്നു. കോപ്സ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, നമുക്ക് സെറ്റ് ആക്കാന്നൊക്കെ ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങള് കുറച്ച് ദൂരം പോലീസുകാരുടെ പിന്നാലെ വരികയൊക്കെ ചെയ്തു. പിന്നെ ഇവിടെ പോലീസുകാരെ കണ്ടപ്പോ ഓക്കെ സേഫ് ആണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് പിന്നാലെ വന്നതിന് അപ്പൊ പിടിച്ചു. അപ്പോ ഞങ്ങളെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ ആൾക്കാരാണ് കേട്ടോ. അത് ഞങ്ങൾ കാണിച്ചുതരാം. അപ്പൊ ഇവിടുത്തെ ആൾക്കാരാണ്, അവരെ ഞങ്ങൾക്ക് കാണിച്ചുതരാം. ഈ റൂമിൽ നിന്ന് ഞങ്ങളിപ്പോ ഒന്ന് പുറത്തേക്ക് പോകും. അപ്പൊ അവരാണ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തത്. പോലീസുകാർ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തില്ല. പ്രത്യേകിച്ച് എന്റെ ഹെൽമെറ്റ് ഒന്നും തുറന്നു നോക്കില്ല കേട്ടോ, അതന്നെ ഭാഗ്യം. അതായത് വേറെ കാര്യമുണ്ട്, അത് കഴിഞ്ഞിട്ട് ആശാന്റെ പോക്കറ്റും ചെക്ക് ചെയ്തായിരുന്നു, ബാഗും. അതിലൊരു 5 രൂപ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ പോക്കറ്റിൽ. ഞാന് നമ്മളെന്തോ സൂപ്പർ ഗ്ലൂ എന്തോ മേടിച്ചിരുന്നു ഞങ്ങൾ. അപ്പൊ ജസ്റ്റ് ബാക്കി 50 രൂപ 5 രൂപ കിട്ടിയിരുന്നു. അപ്പൊ ഞാൻ പോക്കറ്റിൽ വെച്ചിരുന്നു. അവര് വന്നിട്ട് പോക്കറ്റൊക്കെ തപ്പിയിരുന്നു. മൂപ്പര് 5 രൂപ കൊണ്ടുപോയി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വേറെ പറയല്ല, ആലോചിച്ച് നോക്ക്, അവസ്ഥ ആലോചിച്ച് നോക്ക്. അപ്പൊ കുറച്ചു നേരം ടെററിസ്റ്റ് ആയിരുന്നു, കാരണം നല്ല സീനായി. അത് കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് വണ്ടിയിൽ കുറച്ച് പോലീസുകാർ വന്നു. അതായത് ഇവര് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോട്ട് ഇട്ട്, കാക്കിയല്ല വേഷം, ജസ്റ്റ് കോട്ട് ഇട്ട് കാക്കി പാന്റ് മാത്രമേ ഉണ്ടായിരുന്നു. ഉള്ളിൽ കാക്കിയായിരുന്നു. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് വേറെ 2-3 പോലീസ് വന്നു കേട്ടോ, വണ്ടിയിൽ പോലീസ് വന്നു. ഞാൻ ബൈക്കിൽ ഇരുന്ന് ഉറങ്ങാം കേട്ടോ. അതിന് ബൈക്കത്തെ സാധനങ്ങൾ മിസ്സാവണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബൈക്കിന്റെ മുകളിൽ കയറിയിട്ട് ഇരുന്ന് ഉറങ്ങാണ്. ഇവൻ ഹെൽമെറ്റും ഈ സാധനങ്ങളും ഇതെല്ലാം എടുത്തിട്ട് അവിടെ തിണ്ണയിൽ കിടന്നുറങ്ങുക. ഞങ്ങൾ ഹെൽമെറ്റ് ഒക്കെ ഐഡ് ചെയ്തു കേട്ടോ, കാരണം എന്റെ ഹെൽമെറ്റ് കണ്ട സീന വെച്ചിട്ട് ഞങ്ങൾ അടിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ കിടന്നുറങ്ങുമ്പോഴാണ് അവര് വന്നത്. അവര് ഫ്ലാഷ് ഒക്കെ മുഖത്തടിച്ച് നോക്കിയപ്പോ ഞാൻ ഈച്ചു. അത് കഴിഞ്ഞിട്ട് അവര് പക്ഷെ സീനൊന്നും ഉണ്ടാക്കില്ല കേട്ടോ, കാര്യം പറഞ്ഞു മനസ്സിലായി. അവരെടുത്ത് ചോദിച്ചു ഇങ്ങോട്ടോ പോകുന്ന കാര്യങ്ങൾ. ഞാൻ വളരെ നമ്മള് പപ്പ അടിക്കാൻ പാടില്ല, പോലീസുകാർക്ക് പപ്പ അടിച്ചാൽ പോയിട്ട് ഞാൻ വ്യക്തമായിട്ട് കൂടുതൽ കാര്യങ്ങൾ എല്ലാ എക്സ്പ്ലെയിൻ ചെയ്ത് ചോദിക്കും. ഇനി ഇല്ലീഗൽ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, എന്റെ സാറ് ഇവിടെ ഇത്രയും കാലം കൂടുതലാണ്, ഇനി ഇല്ലീഗൽ എന്തെന്ന് പറഞ്ഞു. അപ്പൊ അവരൊന്നും കുഴപ്പമില്ല,
എന്തായാലും ബെസ്റ്റ് ഓഫ് ലക്ക് എന്നൊക്കെ പറഞ്ഞാൽ അതാണ് പറഞ്ഞത്. ഗോവ പോലീസിനെ പറഞ്ഞോ ചില സാധനങ്ങളുണ്ട് ഈ പാഷാണത്തിൽ ക്രിമി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ചില സാധനങ്ങളുണ്ട്. അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് റൂം എടുത്ത് കേട്ടോ, കാരണം ഇവിടെ സേഫ് അല്ല എന്ന് ഞങ്ങൾക്ക് തോന്നി. ടെന്റ് അടിക്കാനൊന്നും സേഫ് അല്ല. എന്റെ ഫോൺ അടിച്ചു പോയി. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഇതൊന്നും കാണുമെന്നും കൂടി ഞങ്ങൾക്ക് അറിയില്ല, ഇതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്നും കൂടി ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ തന്നെ ഉള്ളൂ. ഇനി ഞങ്ങൾ ആ നാട്ടുകാരെയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കൂടെ ഞങ്ങൾക്കും കുറച്ച് ദൂരം പോകാണ്ട്. അപ്പോൾ അവിടെ കാണിച്ചിട്ട് 2 റൈഡേഴ്സിനെ മീറ്റ് ചെയ്യാണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാണ്ട്, കാരണം ജാക്കറ്റും കാര്യങ്ങളൊക്കെ മിസ്സായി എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതും ചെയ്യാണ്ട്. അപ്പോൾ ഞങ്ങൾ വരാം, എന്നാൽ കാണാം. ഇപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം, നമുക്ക് പുറത്തേക്ക് പോയിട്ട് അവർക്കൊന്ന് കാണാം കേട്ടോ. നമ്മുടെ റെഡ് ബി ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാം, കുറച്ച് റൈഡേഴ്സിനെ മീറ്റ് ചെയ്യാണ്ട്. അതേപോലെ നമുക്ക് ബീച്ചൊന്നും അതേപോലെ ഗോവയൊന്നും കാണാം ചെറുതായിട്ട്. അപ്പോൾ നമുക്ക് വിടാം, റെഡ് ബീനെ എടുത്തിട്ട് നമുക്ക് സ്ഥലം വിടാം. ഇതാണ് കേട്ടോ, ഇതാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. ഞങ്ങൾ ഏകദേശം അവിടെ ഒക്കെ ആയിട്ടാണ് താമസിച്ചിരുന്നത് കേട്ടോ. അവിടെയാണ് ഞങ്ങളുടെ റൂം. എന്തായാലും കുഴപ്പമില്ല, നല്ല റൂം കേട്ടോ. ഞാൻ റൂം വന്നു കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. റൂമിൻ്റെ കീ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിടാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റൈഡർ ചേട്ടനെ കാണാൻ പോവുകയാണ്. അപ്പോൾ ഇവിടെ അവരെ കണ്ടിട്ട് ഇതേപോലൊരു സാധനം ഞങ്ങൾ തപ്പി നടന്നിരുന്നു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അടുത്ത ഞങ്ങളുടെ ട്രിപ്പ് ഇതേപോലൊരു ബീച്ചിലുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഞങ്ങൾ അടുത്തൊരു അടുത്തൊരു ട്രിപ്പ് ഞങ്ങൾ അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് കേട്ടോ. അവൻ്റെ വണ്ടിയിൽ ഫുള്ള് സെറ്റാക്കിയിട്ട്, അതായത് ബെഡും കാര്യങ്ങളും ഫുള്ള് സെറ്റായിട്ട് കുറച്ച് കൺട്രീസൊക്കെ അടിക്കാനായിരുന്നു. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരെ പോകാട്ടോ. ഞാൻ ജസ്റ്റ് റൈഡിങ്ങിൻ്റെ വീഡിയോ ഇട്ടിട്ട് കുറേ, അതായത് റൈഡ് ചെയ്യുമ്പോൾ തന്നെ സംസാരിച്ച് വ്ളോഗ് ചെയ്ത് വീഡിയോ ഇട്ടിട്ട് കുറേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ ഇട്ട്. അതെ, എവിടെ ചിന്തിക്കുന്നു അവിടെ ബാർ. അതാണ് ഇവിടുത്തെ അവസ്ഥ കേട്ടോ. എവിടെ നോക്കിയാലും ബാറാണ്. പിന്നെ എന്താ വെച്ചാൽ എവിടെ നോക്കിയാലും ഗേൾസാണ്. വേറൊരു അങ്ങനെ ബാറ് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ സംഭവം കുറച്ച് പ്രശ്നമുള്ള ഏരിയ ഒക്കെ തന്നെയാണ്. കാരണം പക്ഷെ അങ്ങനെയൊന്നും നമ്മൾ ഇതാവാതിരുന്ന സീനൊന്നുമില്ല. അതായത് എല്ലാവരും പറയണ പോലെ ഗോവയിൽ പോയി അങ്ങനെ നശിക്കൊന്നുമില്ല കേട്ടോ. അങ്ങനത്തെയൊക്കെ മൈൻഡ് ഉണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. നശിക്കണം വിചാരിച്ചാലേ നശിക്കുമോ. ഇപ്പം ഞങ്ങൾ രണ്ടാളും വന്നു, ഇവിടെ കുറേ ഇതൊക്കെ ഞങ്ങൾക്കിപ്പോൾ മനസ്സിലായി. നശിക്കണം വിചാരിച്ചാൽ നശിക്കും, അല്ലാത്തവർ നന്നാവും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു സീനും ഇല്ല. അവിടെ പിടിച്ച് നിൽക്കുക, സപ്പോർട്ടിങ്ങിനും ആൾക്കാരുണ്ട്. ഇവിടെ വന്നാൽ സപ്പോർട്ടിങ്ങിനും ആൾക്കാരുണ്ട് കേട്ടോ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ഞങ്ങൾക്ക് തോന്നിയത് ആൾക്കാരാണ് ഏറ്റവും നല്ല ആൾക്കാർ, പോലീസുകാരാണ് പിന്നെ കുറച്ചൊന്ന് സൂക്ഷിക്കേണ്ട ആൾക്കാരെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ അങ്ങോട്ട് പോവുകയാണ്. ബാക്കി നമുക്ക് ഇവിടെ കുറച്ച് ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് കാണാം. അപ്പോൾ നേരെ പോട്ടെ കേട്ടോ. യൂട്യൂബ്. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ തന്നെയാണ്, റൂമിൽ തിരിച്ചെത്തി. അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ സ്റ്റൈലുണ്ട്, അതേപോലെ റെഡ് ബി പുറത്തിരിക്കുന്നുണ്ട്. റെഡ് ബീനെ അവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് പോകുന്നുണ്ട്. അപ്പോൾ റെഡ് ബീനെ പോയിട്ട് ഒന്ന് ആശ്വസിപ്പിച്ച് എടുത്ത് കൊണ്ടുപോകണം. ഞങ്ങൾ ശരിക്കും പെടുക ചെയ്തിട്ടുണ്ട് കേട്ടോ, കാര്യം പറയാലോ. പിന്നെന്താ വെച്ചാൽ ഇതൊരു പെടലല്ല, കാരണം ഞങ്ങൾ സർവൈവിങ് പഠിക്കാനാണ് ഈ ഒരു ഇതിക്ക് ഇറങ്ങിയത്. അപ്പോൾ നാളെ എൻ്റെ ഫേസ് റിവീലിങ്ങും ഉണ്ടാവും. കാരണം എന്തുകൊണ്ടാണ് ഫേസ് റിവീൽ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അതായത് നിങ്ങളെ വേണ്ടിയിട്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഫേസ് റിവീൽ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ റിവീൽ ചെയ്യില്ല. ഞാൻ റിവീൽ ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ ഹേറ്റ് ചെയ്യണം. അതായത് എൻ്റെ ഒറിജിനൽ നെയിം അർജുനാണ്. അർജുനെ ഹേറ്റ് ചെയ്യണ കുറേ പേര് സ്കെല്ലിൻ്റെ ഫാൻസ് ആയിരുന്നു. ഇനിയിപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ട്രിപ്പും കൂടി ആയപ്പോൾ കുറേ പേര് നാട്ടിലൊക്കെ അറിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അറിഞ്ഞു എന്ന് വയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഫേസ് റിവീൽ. എന്തായാലും അവർ അറിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ അവരെൻ്റെ ഹേറ്റേഴ്സ്, ഈ സ്കെല്ലിൻ്റെ ഹേറ്റേഴ്സായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അത് വേറെ കാര്യം. അപ്പോൾ എന്തായാലും പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഫേസ് റിവീൽ ചെയ്യാഞ്ഞ്. ഇതുവരെ റിവീൽ ചെയ്യാത്തതിൻ്റെ ഒറ്റ ഉദ്ദേശം അതായിരുന്നു. ഓവറായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ എവിടെയൊക്കെ പോകുമ്പോൾ ഇപ്പോൾ പെട്രോൾ ബില്ല് പോകുകയാണെങ്കിൽ തന്നെ ആ കാര്യങ്ങളും ഇതൊക്കെ വെക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട് ചെറിയ കുട്ടികൾക്ക് പ്രശ്നം. അപ്പോൾ നമ്മൾ നാട്ടിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം നമ്മൾ സ്വയം ചെയ്യുന്നില്ല. അല്ലാതെ നിങ്ങൾ പറയുന്ന മാതിരി പ്രശംസിക്കും കാര്യങ്ങൾക്കൊന്നും വേണ്ടിയിട്ടല്ല കേട്ടോ. നിങ്ങളൊന്നും ഉദ്ദേശിച്ച എല്ലാ സബ്സ്ക്രൈബേഴ്സും ഇല്ല. സ്കെല്ലിന് ചില സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ എൻ്റെ നമ്പർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ ഒരിക്കലും ആരും സ്ട്രെല്ലിനെ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇതായിട്ടല്ല ഞാനിത് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതായിരുന്നു കാര്യം. അതായത് അർജുൻ്റെ ഹേറ്റേഴ്സ് സ്കെല്ലിൻ്റെ ഫാൻസ് ആയിരുന്നു.
അപ്പോൾ ഇപ്പോൾ അതിൻ്റെ കാര്യത്തിൽ പോയിട്ട് തീരുമാനമായിട്ടുണ്ടാവും. അപ്പോൾ ഇനി സ്കെല്ലും അർജുനും ഒപ്പമാവാണ്. നാളെ ഫേസ് റിവീലിംഗ് ആണ്. അപ്പോൾ എല്ലാവരും അതായത് കാണാൻ താല്പര്യമുള്ളവർ കാണുക, അതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് വിചാരം. ഇപ്പോൾ എല്ലാവർക്കും ഞാൻ പണ്ട് പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ മനസ്സിൽ നമ്മൾ അവർക്കൊക്കെ ഒരു ഫേസ് കൊടുത്തിട്ടുണ്ടാവും നമ്മുടെ ഉള്ളിൽ. അപ്പോൾ അതേപോലെ ഒരു ഫേസ് ആവില്ല എന്തായാലും. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചൊരു ഫേസ് ആവില്ല എൻ്റെ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക. ഫേസ് റിവീൽ ചെയ്യാനാണെങ്കിൽ സോറി. പിന്നെ വേറൊരു ഉദ്ദേശം ഇതിൻ്റെ എന്താ വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞത്. കാരണം ഞങ്ങൾ പല സ്ഥലത്തേക്ക് പോകുമ്പോൾ എനിക്ക് ഹെൽമെറ്റ് എടുക്കാൻ പറ്റുന്നില്ല. കാരണം പലരും കുട്ടികൾ പേടിക്കുകയാണ്. അതായത് എൻ്റെ ഫേസ് കണ്ടിട്ട് കുട്ടികൾ പേടിക്കുകയാണ്, കരയുകയാണ്. കുറേ പേര് എൻ്റെ അടുത്ത് വൈസർ അടച്ചു വയ്ക്കാൻ പറഞ്ഞു, പമ്പിലൊക്കെ പോയപ്പോൾ വൈസർ അടച്ചു വയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നാളെ ഫേസ് റിവീലിംഗ് ഇല്ല, നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടായിട്ട് ഒന്നും വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. അപ്പോൾ നാളെ ഫേസ് റിവീലിംഗ് ആണ്. പിന്നെ അങ്ങനെ റിവീൽ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും, നിങ്ങൾക്ക് നന്നായിട്ട് വൈഡായിട്ട് കാണിക്കാൻ പറ്റും. ഗോവ എന്നല്ല, എല്ലാം എനിക്ക് വൈഡായിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും. പിന്നെ എക്സ്പ്രസ് ചെയ്യാനുള്ള വോയിസും കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് നമ്മുടെ ഫേസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട്. നമുക്ക് എവിടെ ആണെങ്കിലും നെഞ്ചും വിരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും വരും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്യാമറയിൽ ഇന്ന് തന്നെ നമ്മൾ പല സ്ഥലത്ത് പോയത് ക്യാമറ പിന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു ബോറടി തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ ക്യാമ് ഇങ്ങനൊരു ഇതിലാണ്, അത് എപ്പോൾ നോക്കിയാലും ഇങ്ങനൊരു ഇതിലാവുമ്പോൾ നിങ്ങൾക്കൊരു ബോറടി തോന്നിയിട്ടുണ്ടാവും. കാരണം ഞാൻ വേറൊരു ആംഗിളിലും പിടിച്ചിട്ട് എടുക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഇത് തോന്നിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനാണ്. അപ്പോൾ ആ ഒരു ലെവലൊക്കെ ഒന്ന് മാറ്റി ഒക്കെ സെറ്റാക്കാൻ. ബീച്ചിലൊക്കെ ഒന്ന് പോയേക്കാം. അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയിട്ട് നാളേക്ക് കുറേ കാര്യങ്ങൾ സെറ്റാക്കാണ്ട്. നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടായിട്ടില്ല, ഇവിടെ അധികം ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്നൊന്നും അധികം കാണിക്കാനൊന്നുമില്ല. അപ്പോൾ നാളെ ഒരു സ്പെഷ്യൽ ഡേ, നാളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു സ്പെഷ്യൽ ഡേ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ നൈറ്റ് ഇവിടെ തീർന്നു. നാളേക്ക് ഞങ്ങൾ പോയിട്ട് ഫുള്ള് സെറ്റ് ആക്കട്ടെ. നൈറ്റ് പറ്റുകയാണെങ്കിൽ ബീച്ചിലൊന്ന് പോയേക്കാം കേട്ടോ, പറ്റുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ തന്നെ കാണാം കേട്ടോ. അപ്പോൾ ശരി, ബൈ. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡാൻസൊക്കെ കളിക്കാൻ വിചാരിച്ച് വന്നാൽ, പക്ഷെ ഞങ്ങൾ വന്നപ്പോഴേക്കും ഡാൻസൊക്കെ തീർന്നു, അതിൻ്റെ ആളും പോയി. ആകെ ശരിക്കും മൂഞ്ചി. അപ്പോൾ ഇവിടെ കുറച്ച് ആൾക്കാരെ കിട്ടി കേട്ടോ. അതായത് വ്ളോഗേഴ്സാണ്, അതേപോലെ ട്രാവലേഴ്സാണ്. അവർ പറഞ്ഞ ഭയങ്കര സപ്പോർട്ടിങ് ആട്ടോ, സപ്പോർട്ടിങ് ആയിട്ട് സംസാരിക്കണവരാണ്. ഹലോ, ഐ ആം റെക്കോർഡിങ്. ഹലോ, അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ്, അതായത് ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നൈറ്റ് ഇവിടുന്ന് വിടും. അതായത് ഇന്ന് റൂമിലേക്ക് പോകും. നാളെ നമുക്ക് നല്ല സ്പെഷ്യലായിട്ട് സംഭവമുണ്ട്. അത് കപ്പിൾസാണ്. അപ്പോൾ ഓക്കെ, ചാനൽ നെയിം, അവർ ചാനൽ നെയിം, യൂട്യൂബ് channel name. Just put in here and just follow it. Yeah, okay. No, he is following it now. This is my channel. Subscribe. Then after bell icon. അപ്പോൾ അവർ നമ്മുടെ ചാനലൊക്കെ ചോദിച്ച് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു. അപ്പോൾ നമ്മുടെ one channel also. Yeah, okay. അപ്പോൾ നമ്മുടെ ചാനല് നമ്മുടെ വണ്ടർ വിത്ത് സ്റ്റാലിൻ്റെ ചാനലും കൂടിയും കൊടുക്കണം കേട്ടോ. അപ്പോൾ അവൻ്റെ ചാനലില്ലാതെ നമ്മൾ എന്ത് അപ്പൊ ഞങ്ങളിത് ചെയ്യിപ്പിക്കണമെന്നല്ല കേട്ടോ. അതായത് അവരുടെ ഫോൺ മേടിച്ച് ഞങ്ങൾ ചെയ്യിപ്പിക്കണമെന്നല്ല. ജസ്റ്റ് അവര് ചോദിച്ചു, അതായത് ചാനൽ നെയിം വെച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഗായത്രി എന്നാണ് ഇത് പേര്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലുണ്ട്. ഓ ആക്ട്രസ് ആണ്. അപ്പോൾ ഓക്കെ. അപ്പോൾ അവര് ഗായത്രി എന്നാണ് പേര്, ഇൻസ്റ്റഗ്രാമിലുണ്ട്. വാട്ട്? ഓക്കെ, ഗായത്രി ADD എന്നാണ് ഇൻസ്റ്റ ID. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഒരു ആക്ട്രസ് ആണ്, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ അടിച്ചു പോളി കേട്ടോ. അപ്പോൾ ഇവിടെ ഡാൻസ് കളിക്കാൻ പറ്റില്ലെങ്കിൽ ഒരു വിഷമം തോന്നില്ല, കാരണം കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അപ്പോൾ സംഭവം ഉഷാറാക്കാം. അപ്പോൾ നല്ല സപ്പോർട്ടിങ് കേട്ടോ, കട്ട സപ്പോർട്ടിങ്. താങ്ക് യു ബ്രോ. അപ്പോൾ
സംഭവമൊക്കെ ഓക്കെയാണ്. ഇവിടെ ഒക്കെ സെറ്റാണ് കേട്ടോ. ഞങ്ങൾക്ക് വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു, അതായത് ഡാൻസിങ് വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും പറ്റിയില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുന്ന് കയറുമ്പോഴാണ് ഇവിടുത്തെ ഡാൻസിങ്ങൊക്കെ തീർന്നു കേട്ടോ. ശരിക്കും മൂഞ്ചൽ പറയാലോ, ശരിക്കും മൂഞ്ചൽ അതാണ്. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് ഇനി റൂമിലേക്ക് പോയിട്ട് എനിക്ക് കുറച്ച് വർക്ക്സ് ചെയ്യാണ്ട്, അതായത് വർക്ക്സ് പെൻഡിങ്ങുകൾ ചെയ്യാണ്ട്, അതേപോലെ നാളത്തെ സർപ്രൈസിങ് അത് തീർക്കാണ്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി സെറ്റാക്കാണ്ട്. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്ന് ഓടും. അപ്പോൾ ശരി, എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ. ഇന്നത്തെ ഡേ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അതേപോലെ അടിച്ചു പൊളിക്കുക. ഗോവയത്തെ 2ാമത്തെ ദിവസമാണ്. എൻജോയ്, അത്രേ ഉള്ളൂ. ലൈഫ് ഒന്നേ ഉള്ളൂ, നമ്മൾ എൻജോയ് ചെയ്യുക. ആർക്കും വേണ്ടി കാത്തിക്കരുത്. കാരണം ലൈഫിൽ കുറേ പേരുണ്ടാവും. ഹാപ്പി ആക്കണവരെ കൂടെ നിർത്തുക, സാഡ് ആക്കണവരെ തള്ളിക്കളയുക. ഒരൊറ്റ മൈൻഡ് നമ്മൾ ഹാപ്പി ആവണം, അത്രേ ഉള്ളൂ. ഒരൊറ്റ മൈൻഡ് നമ്മൾ ഹാപ്പി ആവണം, അത്രേ ഉള്ളൂ. അതന്നെ, ഈ പ്രായത്തിൽ വേണം കളിക്കാൻ. അതാണ് ഞങ്ങൾ കളിക്കും, ഞങ്ങൾക്ക് പറ്റണവരെ കളിക്കും. അപ്പോൾ അടുത്ത വർഷം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കണത് വേൾഡ് ടൂർ. 2021 ഞങ്ങൾ വേൾഡ് ടൂറാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് കേട്ടോ. അത് ബൈക്കിൽ തന്നെയാവും. ഞങ്ങളുടെ എൻഫീൽഡ്, ഞങ്ങളുടെ അതാണ് റെഡ്ബി ഇല്ലാതെ എവിടേക്കും ഞങ്ങൾ ഇനി ഒരു സ്ഥലത്തേക്കില്ല. അപ്പോൾ ഞങ്ങൾ റെഡ്ബി വെച്ചിട്ടാണ് ഞങ്ങൾ വേൾഡ് ടൂർ നടത്തണേ. അതൊന്ന് റിവീൽ ചെയ്ത്, അതേപോലെ എൻ്റെ ഫേസും നാളെ റിവീൽ ചെയ്യും. അപ്പം അവൻ റിവീൽ ചെയ്ത് കഴിഞ്ഞു, വീഡിയോ ഇട്ടിട്ട് ഇടും. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. ഇനി നമ്മൾ നാളെ കാണാം. അവൻ അങ്ങനെ വെറുതെ പറയട്ടോ, ഞാൻ ഇട്ട് കഴിഞ്ഞാലേ ഇടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് ജീവിക്കുക. ആർക്കും വേണ്ടി, ഞാൻ പറഞ്ഞില്ലേ, ആർക്കും വേണ്ടി കാത്തിരിക്കുക. നമ്മൾ ഹാപ്പി ആവണം, ഒരൊറ്റ മൈൻഡ് നമ്മൾ ഹാപ്പി ആവണം. ആ മൈൻഡിൽ ജീവിക്കുക, ഒക്കെ സെറ്റാക്കുക, എല്ലാം നടക്കും. അപ്പോൾ ശരി, ബൈ.